ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി വരുന്നത് ഈ ഒരൊറ്റ വ്യക്തിയായിരിക്കും, സർദാർ KM പണിക്കർ. ചോദ്യം പലത്, ഉത്തരം ഒന്ന്. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർദാർ KM പണിക്കറിനെ കുറിച്ചിട്ടാണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് സർദാർ KM പണിക്കർ. പല രീതിയിലായിട്ട് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും അദ്ദേഹം വിശേഷിപ്പിച്ച കുറച്ച് കാര്യങ്ങളും, അതായത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്, അങ്ങനെ പല രീതിയിലും സർദാർ KM പണിക്കറിനെ പറ്റിയിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യം ഇനി വരാൻ സാധ്യത ഉണ്ടോ അതെല്ലാം നമുക്ക് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് പോവാം. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാച്ചിൽ നമ്മുടെ 10th പ്രിലിംസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ അധികം പെൻഡിങ് വരാതെ നല്ല സമാധാനത്തിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ്. നമുക്ക് 2 ബാച്ചാണ് പ്രിലിംസിന് വരുന്നത്. ഒന്ന് നമ്മുടെ നോർമൽ ബാച്ചും പിന്നെ ഒന്ന് നമ്മുടെ പ്രീമിയം ബാച്ചുമാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ അംഗമാവാൻ ശ്രമിക്കുക. അപ്പൊ അധികമൊന്നും പറയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം സർദാർ KM പണിക്കർ. ആദ്യത്തെ പോയിന്റ്, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് അല്ലെ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷനാണ് ആര്? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷനാണ് സർദാർ KM പണിക്കർ. അപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ. പിന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. ഇത് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലെ. എന്താണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ KM പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. പിന്നെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ, രണ്ടുമാരാണ് സർദാർ KM പണിക്കറാണ്. ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ ആണ് കേട്ടോ. ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ ആണ് ആര്? സർദാർ KM പണിക്കർ. ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ ആണ് സർദാർ KM പണിക്കർ. ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ ആണ് സർദാർ KM പണിക്കർ. പിന്നെ എന്ത് പഠിച്ചു? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സർദാർ KM പണിക്കർ. പിന്നെ എന്ത് പഠിച്ചു? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആണ് ആര്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യമാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്, അല്ലെങ്കിൽ കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലാണ്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് അല്ലെ. ഈ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് അല്ലെ. പഴശ്ശിരാജയുടെ ജീവിതത്തെ ഇതിവൃത്തമാക്കി എന്താണ് ചരിത്ര നോവൽ അല്ലെ, കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്നും ചോദ്യം വരാറുണ്ട്. ആരാണ്? സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും, കേരള സിംഹം എന്ന കൃതി രചിച്ചത് ആരെന്ന് ചോദിച്ചാലൊക്കെ ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ്. അപ്പൊ ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ ആണ്, മറക്കരുത്. ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആരെന്നൊക്കെ ചോദിച്ചാലും, പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. ഇത് നല്ല റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് സർദാർ KM പണിക്കർ അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലിയാണ് അല്ലെ. നമുക്ക് പഠിക്കാണ്ട് ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോ ജസ്റ്റിസ് ഫസൽ അലിയാണ്, അതും പഠിച്ചു വെക്കുക. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരെന്ന് ചോദ്യം വന്ന ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി അല്ലെ. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി കൂടെയാണ് ആര്? സർദാർ KM പണിക്കർ. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി.
പറങ്കിപ്പടയാളി രചിച്ച വ്യക്തി, പറങ്കിപ്പടയാളി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ KM പണിക്കർ. എക്സ്ട്രാ ഫാക്ട് ആണ്, പഠിച്ചു വെച്ചോ. പറങ്കിപ്പടയാളി രചിച്ചു വെച്ചത് ആരാണ്? പറങ്കിപ്പടയാളി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ്. ഇതും പഠിച്ചു വെക്കുക. സർദാർ KM പണിക്കറാണ് പറങ്കിപ്പടയാളി രചിച്ചത്. നാട്ടുരാജാക്കന്മാരുടെ സംഘടനയായിരുന്ന നരേന്ദ്രമണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. എന്താണ്? നാട്ടുരാജാക്കന്മാരുടെ സംഘടനയായിരുന്ന നരേന്ദ്രമണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. അടുത്തത്, ബിക്കാനീർ രാജാവ് സർദാർ എന്ന ബഹുമതി നൽകിയ മലയാളി. ബിക്കാനീർ രാജാവ് സർദാർ. അപ്പൊ സർദാർ എന്ന ബഹുമതി നൽകിയത് ആരാണ്? ബിക്കാനീർ രാജാവാണ്. ബിക്കാനീർ രാജാവ് സർദാർ എന്ന ബഹുമതി നൽകിയ മലയാളിയാണ് സർദാർ KM പണിക്കർ. പുണർക്കോട്ട് സ്വരൂപം രചിച്ച വ്യക്തി. പുണർക്കോട്ട് സ്വരൂപം രചിച്ച വ്യക്തിയാണ് സർദാർ KM പണിക്കർ. പുണർക്കോട്ട് സ്വരൂപം രചിച്ച വ്യക്തിയാണ് സർദാർ KM പണിക്കർ. പിന്നെ പഴശ്ശിരാജയുടെ ജീവിതം ആസ്പദമാക്കി കേരള സിംഹം രചിച്ച വ്യക്തി അല്ലെ. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്നൊക്കെ ചോദ്യം വരുന്നു ഞാൻ പറഞ്ഞു. അതാരാണ്? സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് പഴശ്ശിരാജയാണ് കേട്ടോ. അപ്പൊ ഈ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. 1947 ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ച വ്യക്തി. ഓക്കെ, 1947 ഏത് വർഷമാണ്? സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് അല്ലെ, ഓർത്തു വെക്കുക. അപ്പൊ 1947 ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ച വ്യക്തിയാണ് സർദാർ KM പണിക്കർ. എന്താണ്? 1947 ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ച വ്യക്തിയാണ് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. അടുത്തത്, കാശ്മീർ സർവകലാശാലയിലും മൈസൂർ സർവകലാശാലയിലും വൈസ് ചാൻസലർ ആയിരുന്ന മലയാളി. പഠിച്ചു വെക്കണേ, വൈസ് ചാൻസലർ. ഓക്കെ, ഏതിലാണ്? കാശ്മീർ സർവകലാശാലയിലും മൈസൂർ സർവകലാശാലയിലും വൈസ് ചാൻസലർ ആയിരുന്ന മലയാളിയാണ് ആര്? സർദാർ KM പണിക്കർ. ഓക്കെ, അപ്പൊ കാശ്മീർ സർവകലാശാലയിലും മൈസൂർ സർവകലാശാലയിലും വൈസ് ചാൻസലർ ആയിരുന്ന മലയാളിയാണ് സർദാർ KM പണിക്കർ. രണ്ടു ചൈനകളിൽ എന്ന പുസ്തകം രചിച്ചത്. രണ്ടു ചൈനകളിൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ് അല്ലെ. രണ്ടു ചൈനകളിൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. പിന്നെ ഭാരതീയ ചരിത്രാവലോകനം രചിച്ചത്. ഭാരതീയ ചരിത്രാവലോകനം രചിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കർ. ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഏതാണ് നിങ്ങൾ പഠിക്കേണ്ടത്? കേരള സിംഹം രചിച്ചത് ആരെന്ന് ചോദിക്കും അല്ലെ. കേരള സിംഹം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കറാണ്. പിന്നെ ഹിന്ദുയിസം പ്രതിസന്ധിയിൽ രചിച്ചത്. ഹിന്ദുയിസം പ്രതിസന്ധിയിൽ എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത്. വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സർദാർ KM പണിക്കറാണ്. വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കറാണ് വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത്. ഏത് വട്ടമേശം? 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി എന്ന് ചോദ്യം വന്നാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. ഓക്കെ, പിന്നെ അടുത്തത്, ബിക്കാനീർ പ്രധാനമന്ത്രിയായിരുന്ന മലയാളി. ബിക്കാനീർ പ്രധാനമന്ത്രിയായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ് അല്ലെ. ബിക്കാനീർ രാജാവാണ് എന്ത് ബഹുമതി നൽകിയത്? സർദാർ എന്ന പദവി നൽകിയത് അല്ലെ. ഓക്കെ, അപ്പൊ ബിക്കാനീർ പ്രധാനമന്ത്രിയായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് ബിക്കാനീർ പ്രധാനമന്ത്രിയായിരുന്ന മലയാളി. ബിക്കാനീർ പ്രധാനമന്ത്രിയായിരുന്ന മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. എന്തായാലും ഓർത്തു വെക്കണം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് സർദാർ KM പണിക്കർ. ഓക്കെ, ഒമർ ഖയാമിന്റെ റുബായിയത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഒമർ ഖയാമിന്റെ റുബായിയത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് ഉമർ ഖയാമിന്റെ റുബായിയത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. കാളിദാസന്റെ കുമാരസംഭവം മലയാളത്തിൽ തർജ്ജമ ചെയ്തത്. കാളിദാസന്റെ കുമാരസംഭവം മലയാളത്തിൽ തർജ്ജമ ചെയ്തത് ആരാണ്? അത് സർദാർ KM പണിക്കറാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ പത്രാധിപരായിരുന്ന മലയാളി. എന്തിന്റെയാണ്? ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ പത്രാധിപരായിരുന്ന മലയാളി ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ്. അപ്പൊ ബിക്കാനീർ പ്രധാനമന്ത്രിയായിരുന്ന മലയാളി ആരാണ്? സർദാർ KM പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സർദാർ KM
പണിക്കരാണ്. പിന്നെ പഴശ്ശിരാജയെ എന്താണ് വിശേഷിപ്പിച്ചത്? കേരള സിംഹം എന്നാണ് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാലും സർദാർ KM പണിക്കരാണ്. ഓക്കെ, അപ്പൊ കാളിദാസന്റെ കുമാരസംഭവം മലയാളത്തിൽ തർജ്ജമ ചെയ്തതും പിന്നെ ഉമർ ഖയ്യാമിന്റെ റുബായിയത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കരാണ്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തായാലും അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ഇവിടെ കൊടുത്തിട്ടില്ല, എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. അത് സർദാർ KM പണിക്കരാണ്. എന്താണ് വാസ്കോഡ? ഇവിടെ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, നിങ്ങളുടെ ഉള്ളിൽ അത് പതിയണം. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഒരു വട്ടം കൂടെ, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കരാണ്. എന്താണ്? മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കരാണ്. ആരെയാണ്? മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അപ്പൊ കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ആരാണ് അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? അത് സർദാർ KM പണിക്കരാണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആയതും ആരാണ്? സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. പ്രധാനപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള അത്രയും പോയിന്റ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ അതൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇനിയും നമുക്ക് ഒരുപാട് വ്യക്തികളെ, ഒരുപാട് സംഭവങ്ങൾ, ഇതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം വരുന്ന പല സംഭവങ്ങളുണ്ട്, പല വ്യക്തികളുണ്ട്, പല സ്ഥലങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഓരോന്നും സെലക്ട് ചെയ്ത് പഠിച്ചു പോവാം. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.